നമസ്കാരം. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റുമാണ് ജാൻമണി. അവർ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രിയെ പരിധികളൊക്കെ ലംഘിച്ചുകൊണ്ട് ആക്ഷേപിക്കുന്നത് കേട്ടു. വിമർശനമല്ല, ആക്ഷേപിക്കുകയാണ്, പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഇന്ത്യക്കാരിയാണോ ഇവർ എന്ന കാര്യത്തിൽ നമുക്ക് സംശയം തോന്നിപ്പോവുകയാണ്. ഒരു ഇന്ത്യക്കാരിയാണ് ഇവർ എന്ന് പറയാൻ നമുക്ക് അപമാനം തോന്നുകയാണ്. അത്രത്തോളം കേട്ടു നിൽക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അധിക്ഷേപമായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിക്ക് നേരെ അവരുന്നയിച്ചത്. ഹായ് ഫ്രണ്ട്സ്, ആരാ കിളവന്റെ ഫ്രണ്ട്? തമ്പാക്കു ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കു ഉണ്ടല്ലേ, ഇങ്ങനെ കയറുണ്ട്, ആ തമ്പാക്കു അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ വന്നു. ആ ഒരു വീഡിയോയ്ക്ക് 24 മണിക്കൂറിനകം കിട്ടിയ വ്യൂസ് 350 മില്യൺ ആണ്. അതായത് 35 കോടിയോളം മനുഷ്യരാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ കേട്ടത് ഇൻസ്റ്റാഗ്രാമിലൂടെ മാത്രം. എന്തുകൊണ്ടാണ്? നമ്മുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ്. അദ്ദേഹത്തെ കേൾക്കേണ്ട ആവശ്യം നമുക്കുള്ളത് കൊണ്ടാണ്. എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ പ്രധാനമന്ത്രി. നരേന്ദ്രമോദി എന്ന വ്യക്തിക്കുപരിയായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനുപരിയായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ആ പദവിക്കാണ് നമ്മൾ ബഹുമാനം കൊടുക്കേണ്ടത്. മനുഷ്യരെ എത്ര വലിയ അശ്ലീലമാണ് ഇവർ ഈ പറയുന്നതെന്നറിയാമോ? അപ്പൊ ഹലോ ഫ്രണ്ട്സ്, ആരാ ഈ കിളവന്റെ ഫ്രണ്ട്സ് എന്ന്? ഇവർക്ക് ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ എന്ത് ധൈര്യമാണ്? എന്ത് ധൈര്യമാണ്? ഈ ധൈര്യം കൊടുത്തത് നമ്മുടെ നാട് തന്നെയാണ്. നമ്മുടെ നാടിന്റെ പ്രശ്നമാണ് ഇവർ ഇങ്ങനെ സംസാരിക്കാൻ കാരണം. തമ്പാക്ക് എടുത്തു വെച്ചിട്ട് സംസാരിക്കുന്നത് പോലെ ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്കല്ലേ ആ സംസാര രീതിയൊക്കെ മനസ്സിലാകുകയുള്ളൂ. എത്ര മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അച്ഛൻ മരിച്ചുപോയി 1947, നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. നരേന്ദ്രമോദിയുടെ അച്ഛൻ മരിച്ചുപോയത് 1947, നരേന്ദ്രമോദി ജനിച്ചത് 1950. അവൻ ആദ്യം അവൻ്റെ അച്ഛനെ കണ്ടുപിടിക്കട്ടെ എന്ന്. ഒരു അയൽവക്കക്കാർ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ പോലും നമ്മൾ സംസാരിക്കാത്ത ഭാഷ, അല്ലെങ്കിൽ ഒരു ചന്തയിൽ അവിടെയുള്ള സ്ത്രീകൾ, കച്ചവടക്കാർ അവിടെ അടികൂടുമ്പോൾ സംസാരിക്കാത്ത ഭാഷയൊക്കെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഈ വ്യക്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 100 വയസ്സിന് മുകളിൽ ചെന്ന് മരണപ്പെട്ടു പോയ ഒരമ്മയാണ് നരേന്ദ്രമോദിയുടേത്. ആ സ്ത്രീയെ അങ്ങേയറ്റം അധിക്ഷേപിക്കുകയല്ലേ? ആ മനുഷ്യനെ അങ്ങേയറ്റം അധിക്ഷേപിക്കുകയല്ലേ? ഒരു ഫേക്ക് വീഡിയോ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവർക്ക് എവിടെ നിന്നാണ് ഈ വിവരങ്ങൾ കിട്ടിയതെന്ന് പോലും അറിയില്ല. എന്തൊക്കെയോ പുലമ്പുകയാണ്. ഇവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഇവരിപ്പോൾ മാപ്പും കോപ്പും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തും അങ്ങ് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു, അറിയാതെ ഒരു ആവേശത്തിൽ സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരാളെ കുത്തിയിട്ട്, കത്തി കൊണ്ട് കുത്തി കയറ്റിയിട്ട് അയ്യോ ഞാൻ പെട്ടെന്ന് അറിയാതെ ഒരു ആവേശത്തിന് ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞാൽ ആ ആളുടെ ജീവൻ തിരികെ കിട്ടുമോ? അല്ലെങ്കിൽ ആ മുറിവില്ലാതെ വരുമോ? ഏറ്റ മുറിവ് തന്നെയാണ്. മുറിവിന് പരിഹാരം മരുന്ന് തന്നെയാണ്. ആ മരുന്നൊക്കെ കിട്ടിയാലേ ഇവരൊക്കെ അടങ്ങുകയുള്ളൂ. കഴിഞ്ഞ ദിവസം വേറൊരു സ്ത്രീ ഇങ്ങനെ മോദിയെ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം മാപ്പുമായിട്ട് രംഗത്ത് വന്നു. പിന്നെ ഒരുത്തൻ ഡൽഹി പോലീസിനെ ആക്രമിക്കണമെന്ന് ആഹ്വാനം ചെയ്തു. അവനും മാപ്പുമായിട്ട് വന്നു. ഇവിടെ ആർക്കും മാപ്പ് വേണ്ട. നിങ്ങളുടെ ചിന്തയിൽ എല്ലാം വിഷം നിങ്ങൾ തന്നെ കുത്തിവെച്ചിരിക്കുകയാണ്. ആ വിഷം പ്രതിഫലിക്കുന്നതാണ് നിങ്ങളുടെ വാക്കുകളിലൂടെ. പറയില്ലേ ചായ വേണോ, ചായ വേണോ, ചായ വേണോ, ചായ വേണോ, സമൂച്ച ചായ കൊടുക്കാൻ വേണ്ടി പറ. അവന്റെ അതാണ് ജോലി. ട്രെയിനില് ചായ സമൂസ ചായ എന്ന് പറഞ്ഞ് നടക്കാനേ പറ്റുകയുള്ളൂ മോദിയെ കൊണ്ട്. അവനെ കൊണ്ട് കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസമില്ല എന്ന് പറയുന്നു. നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്. ഇവർക്ക് വിദ്യാഭ്യാസം ഉണ്ടോ? ഈ സംസാരിക്കുന്ന ഈ ജാൻമണി എന്ന വ്യക്തിക്ക് വിവരമുണ്ടോ? പൗരബോധമുണ്ടോ? ഔചിത്യബോധമെങ്കിലും ഉണ്ടോ ഇവർക്ക്? നന്ദിയില്ലാത്ത മനുഷ്യരാണ് കേട്ടോ, നന്ദിയില്ലാത്ത മനുഷ്യര്. ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടപ്പിലാക്കുന്നത് ഈ രാജ്യത്ത്. ഇവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ, ഇവരുടെ വിഭാഗത്തിൽപ്പെട്ട എത്ര മോഡലുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എത്ര മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് വന്നിട്ടുള്ളത്, അവരുടെയൊക്കെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് പോലും ഒരു നന്ദിയില്ല, ഒരു ഓർമ്മയില്ല. ഇത് ഇന്ത്യ ആയതുകൊണ്ടല്ലേ ഇവർക്ക് ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ കഴിഞ്ഞത്. വേറൊരു രാജ്യമാണെങ്കിൽ ഇങ്ങനെ നിന്ന് സംസാരിച്ചാൽ പിന്നെ അവരുടെ നാവ് അവിടെ കാണുമോ? എത്ര വലിയ ശിക്ഷാ നടപടികളായിരിക്കും, നിയമ നടപടികളായിരിക്കും ഇവർ നേരിടേണ്ടി വരിക. എന്തെങ്കിലും സംസാരിച്ചിട്ട് പിന്നീട് മാപ്പുമായിട്ട് വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പറഞ്ഞതൊക്കെ അങ്ങ് ഇല്ലാതാവുമോ? ഒരു കാരണവശാലും ഈ ഒരു ട്രെൻഡിനെ അംഗീകരിക്കരുത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഞാൻ എടുത്തു പറഞ്ഞിരുന്നു, നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ രാജ്യത്തെയും ഒക്കെ അധിക്ഷേപിക്കുന്നത് ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്, ഒരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട്. അതിനെ ആരും പ്രോത്സാഹിപ്പിക്കരുതെന്ന്. ഏതായാലും ഇവരിങ്ങനെ സംസാരിക്കുന്നതിന്റെ കമന്റ് ബോക്സുകളൊക്കെ ഞാൻ പരിശോധിച്ചു. എല്ലാവരും ഈ ജാൻമണിയെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം നമ്മൾ രാഷ്ട്രീയമായിട്ട് നമുക്ക് എന്തെങ്കിലും
എതിർപ്പുകൾ, വിയോജിപ്പുകൾ നമ്മുടെ പ്രധാനമന്ത്രിയോട് ഉണ്ടെന്നാലും അദ്ദേഹം എല്ലാത്തിലും ഉപരി നമ്മുടെ പ്രധാനമന്ത്രിയാണ് എന്നുള്ള അംഗീകാരം നമ്മൾ കൊടുക്കണം, ആ ഒരു മര്യാദ കൊടുക്കണം. വിമർശിക്കുന്നതിലൊന്നും തെറ്റില്ല, പക്ഷേ ഇത്രത്തോളം ആക്ഷേപിക്കരുത്. ആക്ഷേപം ഇങ്ങനെ പരിധി വിടരുത്. നിന്റെ അച്ഛൻ ആരാണെന്ന് നീ ആദ്യം കണ്ടുപിടിക്കടാന്നൊക്കെ ഒരു പ്രധാനമന്ത്രിയോട് ഈ രാജ്യത്തെ ഒരു പൗരൻ നിന്ന് ചോദിക്കണമെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എന്താണ്, നമ്മുടെ നാട്ടിലെ നിയമത്തോടുള്ള അവരുടെ ഭയം എത്രത്തോളമാണ്? അതുകൊണ്ട് ഈ ജാൻമണി കാഴ്ചവെച്ച പ്രകടനത്തോടുള്ള അങ്ങേയറ്റത്തെ പ്രതിഷേധം നമ്മുടെ ചാനലിലൂടെ രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവരുടെ മാപ്പ് ദയവ് ചെയ്ത് ആരും സ്വീകരിക്കരുത്. ഇവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകണം. അല്ലെങ്കിൽ ഇതിനെ അനുകരിച്ച് ഒരുപാട് ആളുകൾ രംഗത്ത് വരും. ഇപ്പോൾ തന്നെ ഒരുപാട് പേരിങ്ങനെ രംഗത്ത് വരുന്നുണ്ട്. ആക്ഷേപിക്കുക, മാപ്പ് പറയുക, ആക്ഷേപിക്കുക, മാപ്പ് പറയുക. ഇത് ആക്ഷേപിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മുറിക്കകത്ത് ഞാൻ അടച്ചിരിക്കുകയാണ്, എനിക്ക് പുറത്തിറങ്ങാൻ നിർവാഹമില്ല, എന്നെ ആരും ഒന്നും ചെയ്യരുതേ, ഞാനൊരു ആവേശത്തിന് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലൈവ് വന്നാൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ടാൽ തീരുന്ന പ്രശ്നമല്ല. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാഭിമാനത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. നമ്മുടെ രാജ്യത്തെ പറഞ്ഞാൽ, നമ്മുടെ പ്രധാനമന്ത്രിയെ പറഞ്ഞാൽ അത് നമ്മളെ പറയുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യണം. അതാണ് നമ്മുടെ പൗരബോധം എന്ന് പറയുന്നത്. രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് എൻ്റെ രാജ്യം എന്ന വികാരം നമ്മളിൽ ഉണരുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ഭാരതീയരാകുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ നിയമപാലകരോട് കൈയെടുത്ത് പറയുകയാണ്, ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇവരുടെ ഈ അസുഖത്തിന് മരുന്ന് കൊടുക്കണം. വേണ്ട രീതിയിൽ ഫലപ്രദമായിട്ടുള്ള മരുന്ന് കൊടുത്താൽ മാത്രമേ ഈ അസുഖം പൂർണ്ണമായും ഭേദമാകുകയുള്ളൂ. അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ചികിത്സ കൊടുത്താൽ വീണ്ടും ഈ രോഗം തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ പോലും ഇനി പ്രകടിപ്പിക്കാത്ത തരത്തിലുള്ള മരുന്നായിരിക്കണം ഇവർക്ക് കൊടുക്കേണ്ടത്. ഇവർക്ക് മാത്രമല്ല, ഇവരെ പോലെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും കൊടുക്കേണ്ടത്.